കൂട്ടുകാരെ, ഇതാണ് നന്ദൻ മീൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നന്ദൻ എന്നാണ് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉള്ളത് പച്ചക്ക നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ചതച്ചത്, ഒരു 4 കഷ്ണം പുളി, കുടംപുളി വെള്ളത്തിലിട്ടത്, 2 തക്കാളി, പിന്നെ ഒരു ടീസ്പൂൺ മുളക്, വറ്റൽമുളക്, പിന്നെ ഒരു തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ അരച്ചെടുത്തത്. ചട്ടിയിലേക്ക് നമുക്ക് പച്ചക്ക ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം, പുളി വെള്ളം ചേർത്ത് കൊടുക്കാം, പുളി ഉൾപ്പെടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചാറ് വെച്ച് കൊടുക്കണം. മുങ്ങത്തക്ക രീതിയിലുള്ള ചാറ് വെച്ച് കൊടുക്കണം. നമ്മൾ മുങ്ങത്തക്ക രീതിയിൽ ചാറ് വയ്ക്കണം. കുറച്ചുകൂടി ചാറ് ഒഴിക്കാം. ഓക്കെ, അത്രയും വെള്ളം മതിയാവും. നമുക്കിനിയും വെട്ടി വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എല്ലാം ചേർത്തിട്ട് ആണ് നമ്മൾ തീ കത്തിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റൗ കത്തിക്കാനായിട്ട് ഇതെല്ലാം ചേർത്ത് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ, അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. ഓക്കെ, കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് നടുക്കോട്ടാക്കി റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റി കറിയാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ചരിച്ച് മൂടി വയ്ക്കാം. നന്നായിട്ട് കറി വറ്റി വരട്ടെ. കൂട്ടുകാരെ, നോക്ക്, കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി കറിയാണിതാ. കായും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.